ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നിയ സിനിമ അത് ഇൻസെപ്ഷൻ ആയിരുന്നു. ആ സിനിമ കണ്ടപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് എനിക്കിനി അടുത്ത കാലത്തും കിട്ടാൻ പോകുന്നില്ല എന്നും എനിക്ക് ഉറപ്പായിരുന്നു. ഓൾറെഡി ഡാർക്ക് ആൻഡ് ട്രിലോജിയും മെമൻഡോയും പ്രസ്റ്റീജും ഒക്കെ കണ്ട് സ്വാഭാവികമായും നോളൻ ഫാനായിരുന്ന ഞാൻ നോളൻ്റെ പടം എന്ന നിലയ്ക്ക് ഒരു സൈഫൈ അഡ്വഞ്ചർ മൂവി കാണാൻ തീരുമാനമെടുക്കുന്നു. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ മനസ്സിൽ ആബ്സലൂട്ട് ഫക്കിംഗ് പെർഫെക്റ്റ് സിനിമ എന്ന ആ സ്ഥാനം ഇൻ്റർസ്റ്റെല്ലറിനാണ്. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത കുറേ പേരെ പിടിച്ചിരുത്തി കാണിച്ചിട്ടുള്ള സിനിമയാണിത്. ബട്ട് അവർക്കൊന്നും എനിക്ക് കിട്ടിയ ഹൈ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇറ്റ്സ് സോ ഡിസപ്പോയിൻറ്റിങ് ടു വാച്ച് പീപ്പിൾ മിസ് ഔട്ട് ഓൺ ദറ്റ് എക്സ്പീരിയൻസ്. സോ ഈ വീഡിയോ ഇൻ്റർസ്റ്റെല്ലർ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നതിന് വേണ്ടിയുള്ളൊരു അറ്റംപ്റ്റ് ആണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് വൈ ഇൻ്റർസ്റ്റെല്ലർ ഈസ് മൈ പെർഫെക്റ്റ് മൂവി. Rage against the dying of the light. Though wise men at their end, no dark is right, because their words had fought no lightning, they do not go gentle into that good night. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ പോപ്പ് കൾച്ചർ ബേസ് ചെയ്തുകൊണ്ട് പോസ്റ്റേഴ്സ് ആൻഡ് ടീഷർട്ട്സ് സെല് ചെയ്യുന്നൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, ദ സൗത്ത് ഇൻഡ്. ഇതിൽ ഡിസൈൻസ് എല്ലാം സിനിഫിൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ഗൈസ് ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് ടേക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സിന് 15% ഓഫ് ഉണ്ട്. ചെക്കൗട്ട് ചെയ്യുമ്പോൾ BLD15 എന്ന കോഡ് യൂസ് ചെയ്താൽ മതി. ഇൻഡസ്ട്രിയൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ എൻവയോൺമെൻറ്റൽ ക്രൈസിസ് കൊണ്ട് മനുഷ്യവാസം സാധ്യമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭൂമിയിലാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ യുദ്ധങ്ങളോ പണമോ ഒന്നുമല്ല, ഭക്ഷണമാണ്. ഭൂമിയിൽ മനുഷ്യന്മാർ കൂടുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു. സയൻസിനോ മറ്റു ഡെവലപ്മെൻറ്റ്സിനോ ഒന്നും ഒരു സ്കോപ്പും ഇല്ലാത്ത ഹ്യൂമൻ റേസ് ജസ്റ്റ് സർവൈവ് ചെയ്യാൻ മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പക്ഷേ ഇതിനിടയിൽ മനുഷ്യന്മാരെ എക്സ്റ്റൻഷനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി നാസ രഹസ്യമായി ലാസറസ് എന്ന പേരിൽ ഒരു മിഷൻ നടത്തുന്നുണ്ട്. ലാസറസ് എന്നാൽ ബിബ്ലിക്കൽ ടേംസിൽ മരിച്ചതിനു ശേഷം ദൈവം ഉയർത്തിയ മനുഷ്യൻ എന്നാണ്. മനുഷ്യരാശിയെ തന്നെ എക്സ്റ്റൻഷനിൽ നിന്നും രക്ഷിക്കാനുള്ള ഈ മിഷനിൽ ദൈവം സയൻസാണ്. സിനിമയുടെ മെയിൻ ഇവൻസിന് വർഷങ്ങൾക്ക് മുമ്പാണ് ലാസറസ് മിഷൻ ആരംഭിച്ചത്. ഇതിൻ്റെ തുടക്കം സാറ്റേണിനടുത്ത് ഒരു വേം ഹോൾ എങ്ങനെയോ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ്. വേം ഹോൾ ഒരു നാച്ചുറൽ ഒക്യൂറിംഗ് ഫിനോമിനൻ അല്ല. അത് സിനിമയിൽ ബൾക്ക് ബീയിങ്സ് എന്ന് വിളിക്കുന്ന ഫ്യൂച്ചറിലെ മനുഷ്യന്മാർ നമ്മളെ എക്സ്റ്റൻഷനിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അവിടെ പ്ലേസ് ചെയ്തതാണെന്ന് നാസ മനസ്സിലാക്കുന്നു. ഈ വേം ഹോൾ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി മറ്റൊരു ഗാലക്സിയിലേക്ക് മനുഷ്യ സഞ്ചാരം എന്നുള്ളത് പോസിബിൾ ആവുന്നു. അതുപോലെ മനുഷ്യവാസയോഗ്യമായ മറ്റു പ്ലാനറ്റ്സ് ഉണ്ടാവാം എന്ന പോസിബിലിറ്റിയും വരുന്നു. സോ ഭൂമിയിലെ മനുഷ്യന്മാരെ പറിച്ചു നടാൻ മനുഷ്യവാസം സാധ്യമായ മറ്റേതെങ്കിലും പ്ലാനറ്റ്സ് കണ്ടുപിടിക്കാൻ നാസ 12 ആസ്ട്രോണറ്റ്സിനെ 12 ഗ്രഹങ്ങളിലേക്കായി ഈ വേം ഹോളിൽ കൂടെ അയക്കുന്നു. അതിൽ 3 പേരിൽ നിന്ന് മാത്രമാണ് പോസിറ്റീവായ സിഗ്നൽസ് തിരിച്ചു വരുന്നത്. സോ ഈ 3 പ്ലാനറ്റ്സിൽ ഏതാണ് മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലത് എന്നറിയാൻ ഒരു ഫൈനൽ എക്സ്പെഡിഷൻ നടത്താനായി സയൻറ്റിസ്റ്റിൻ്റെ ഒരു ക്രൂവുമായി നാസ പുറപ്പെടാൻ ഒരുങ്ങുന്നു. ഇതാണ് ഇൻ്റർസ്റ്റെല്ലറിൻ്റെ ബേസിക് സെറ്റിംഗ്. ഇത്രയും ഇൻഫോർമേഷൻ വളരെ ചെറിയ സമയത്തിൽ ചെറിയ ഡയലോഗ്സിൽ കൂടെ മാത്രമേ സിനിമയിൽ പറയുന്നുള്ളൂ. അതേസമയം ഈ ഇൻഫോർമേഷൻ ഈ സിനിമ മനസ്സിലാക്കാൻ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പക്ഷേ നോളൻ ഈ സയൻറ്റിഫിക് സെറ്റിങ്ങിൽ ഉപരി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂപ്പറും അയാളുടെ മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. അതാണ് ഈ സിനിമയുടെ കോറും. കൂപ്പർ ഒരു ഫോമർ നാസ പൈലറ്റായിരുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നാസ പബ്ലിക്കലി ഷട്ട് ഡൗൺ ചെയ്തപ്പോൾ ജോലി നഷ്ടപ്പെട്ട് എല്ലാവരെയും പോലെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ സർവൈവ് ചെയ്യാൻ നോക്കുകയാണ് കൂപ്പറും. പക്ഷേ ആ ലൈഫിൽ അയാൾ ഒട്ടും ഹാപ്പിയല്ല. And you never got a chance to do anything with it. I'm sorry. അയാളുടെ മകൾ മേർഫും അതേ സയൻറ്റിഫിക് ക്യൂരിയോസിറ്റിയുള്ള ബ്രൈറ്റായ ഒരാളാണ്. മേർഫിൻ്റെ പേരിന് പിന്നിലും ഒരു ഫിലോസഫിക്കൽ തിയറി ഉണ്ട്. മേർഫീസ് ലോ എന്താണെന്ന് വെച്ചാൽ എനിത്തിങ് ദാറ്റ് ക്യാൻ ഗോ റോങ് വിൽ ഗോ റോങ്. അതായത് എന്തെങ്കിലും മോശമായി സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായി സംഭവിച്ചിരിക്കും എന്നാണ്. പക്ഷേ പടത്തിൻ്റെ ഒരു പോയിന്റിൽ മേർഫ് തന്നെ തനിക്ക് എന്തിനാണ് ഈ പേരിട്ടത് എന്ന് ചോദിക്കുമ്പോൾ കൂപ്പർ ആ ലോ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്.
എനിത്തിങ് ദാറ്റ് ക്യാൻ ഗോ റോങ് എന്നതിന് പകരം Murphy's Law doesn't mean that something bad will happen. What it means is that whatever can happen will happen. And that sounded just fine with us. അതായത് എന്തൊക്കെ സംഭവിക്കാൻ പോസിബിൾ ആണോ അതെല്ലാം ഉറപ്പായും സംഭവിച്ചിരിക്കും എന്ന് അയാൾ പറയുന്നു. അത് ഈ സിനിമയുടെ തന്നെ കോർ ഫിലോസഫിക്കൽ എലമെൻസിൽ ഒന്നാണ്. തൻ്റെ റൂമിൽ ഒരു ഗോസ്റ്റ് ഉണ്ടെന്നും അത് തന്നോട് മോഴ്സ് കോഡിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും മേർഫ് പറയുമ്പോൾ സയൻറ്റിഫിക്കായി ഒരു കാര്യത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് കൂപ്പർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. Record the facts, analyze, get to the how and the why, then present your conclusions. Deal? എന്നാൽ പോകെ പോകെ അത് ഗോസ്റ്റ് അല്ല, എന്തോ ഒരു ഗ്രാവിറ്റേഷണൽ അനോമലി ആണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. ആൻഡ് അത് മോഴ്സ് കോഡല്ല, ബൈനറി ആണെന്നും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതൊരു മാപ്പ് കോർഡിനേറ്റ്സ് ആണെന്നും അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കോർഡിനേറ്റ്സ് അന്വേഷിച്ച് കൂപ്പർ ഇറങ്ങിത്തിരിക്കുന്നതും ഈ ഒരു സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ്. അതേ കാരണം കൊണ്ട് തന്നെയാണ് മേർഫും അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. സോ അയാൾ എത്തിപ്പെടുന്നത് ഇപ്പോൾ ടോപ്പ് സീക്രട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാസയിലാണ്. ഒരു ഗ്രാവിറ്റേഷണൽ അനോമലി കൊണ്ടാണ് തനിക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടിയത് എന്ന് കൂപ്പർ പറയുമ്പോൾ കൂപ്പറിന് മുമ്പേ പരിചയമുള്ള പ്രൊഫസർ ബ്രാൻഡ് ഈ ലാസറസ് മിഷൻ എന്താണെന്ന് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഫൈനൽ എക്സ്പെഡീഷന് ഒരു എക്സ്പീരിയൻസ്ഡ് പൈലറ്റിനെ വേണമെന്നും കൂപ്പറിനെ ഇങ്ങോട്ട് എത്തിച്ചത് വെറും ഒരു അനോമലി അല്ല, അത് ഈ വേം ഹോൾ സൃഷ്ടിച്ച ബൾക്ക് ബീങ്സ് തന്നെയാണെന്നും അയാൾ പറയുന്നു. ഇവിടെ കൂപ്പറിന് മുന്നിൽ പ്ലാൻ എ ആൻഡ് പ്ലാൻ ബി പ്രൊഫസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പ്ലാൻ എ എന്നത് കൂപ്പർ ആൻഡ് ടീം ഒരു സസ്റ്റൈനബിൾ പ്ലാനറ്റ് കണ്ടുപിടിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഗ്രാവിറ്റിയെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് ഒരു മാസീവ് സ്പേസ് സ്റ്റേഷൻ തന്നെ ബിൽഡ് ചെയ്ത് മനുഷ്യരെ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാം എന്നതാണ്. പ്ലാൻ ബി ഈസ് ഓൺലി സേവിങ് ദ സ്പീഷീസ്. ഇൻ കേസ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡൈവേഴ്സായ ഹ്യൂമൻ എംബ്രയോസ് കൊണ്ട് മറ്റൊരു പ്ലാനറ്റിൽ കോളനൈസ് ചെയ്യുന്നു. അതിലൂടെ ഭൂമിയിലെ മനുഷ്യർ മരിക്കുമെങ്കിലും ഹ്യൂമൻ റേസ് സർവൈവ് ചെയ്യുന്നു. That's why Plan A is a lot more fun. കൂപ്പറെ സംബന്ധിച്ച് മകളെ വിട്ട് ഒരു അൺസർട്ടൻ മിഷന് പോകാം, അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ സഫോക്കേറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കാം. എന്നാൽ ഇതുകൊണ്ട് മാത്രമല്ല, അയാളുടെ ഉള്ളിലെ എക്സ്പ്ലോറർ കൂടിയാണ് അയാളെ ഈ മിഷൻ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. It's like we've forgotten who we are now. Explorers, pioneers, not caretakers. അയാൾ പോകുന്നതിന് മുമ്പ് താൻ ഉറപ്പായും തിരിച്ചു വരുമെന്ന് മേർഫിന് വാക്ക് കൊടുക്കുന്നു. എന്നാൽ അയാൾ എന്ന് തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ലാതെയാണ് പോകുന്നത് എന്ന് മേർഫും മനസ്സിലാക്കുന്നു. മനുഷ്യരാശിയുടെ സർവൈവലിനും മേലെ അവിടെ നിന്ന് ഈ മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന കൂപ്പർ പിന്നെ സ്വന്തം മകളുമായി റീകണക്ട് ആവുമോ എന്ന ഇമോഷനാണ് ഇൻട്രസ്റ്റെല്ലാറിൻ്റെ കോർ. ഈ മിഷനിൽ കൂപ്പർ ആൻഡ് ടീമിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ടൈമാണ്. ദിസ് മിഷൻ ഹാസ് എ ഡെഡ് ലൈൻ ബിക്കോസ് ലിറ്ററലി ഭൂമി ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ സിഗ്നൽ വന്ന 3 പ്ലാനറ്റ്സും സ്ഥിതി ചെയ്യുന്നത് ഗാർഗാഞ്ചുവ എന്ന മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിലാണ്. ഗാർഗാഞ്ചുവ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹത്തിൽ, അതായത് ഡോക്ടർ മില്ലേഴ്സ് പ്ലാനറ്റിൽ, ഈ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം അവിടുത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത് every hour we spend on that planet will be 7 years back on Earth. ആ ഗ്രഹത്തിൽ ഇറങ്ങുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു ചാലഞ്ച് അവർക്ക് നേരിടേണ്ടി വരുന്നതും അവർ അവിടെ സ്റ്റക്കാവുന്നതും. അവർ അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഭൂമിയിലെ 23 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. By now it must be 23 years, 4 months, 8 days. ആൻഡ് അപ്പോൾ കൂപ്പർ റിയലൈസസ് ദാറ്റ് തൻ്റെ മകളുടെ ലൈഫിൻ്റെ ഒരു വലിയ ഭാഗം തന്നെ തനിക്ക് മിസ്സായിരിക്കുന്നു. ആൻഡ് ദാറ്റ് സീൻ. You once told me that when you came back we might be the same age. And today I'm the age you were when you left. ഇവിടെയാണ് ജീനിയസ് ആയ ഒരു കട്ടുള്ളത്. ഇത്ര നേരം സ്പേസിലായിരുന്ന നമ്മൾ വിത്ത് എ കട്ട് ഗോസ് ബാക്ക് ടു എർത്ത്. അവിടെ മർഫ് വലുതായി ഗ്രാവിറ്റി ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പ്രൊഫസർ ബ്രാൻഡിനെ അസിസ്റ്റ് ചെയ്യുകയാണ്. അവരിപ്പോഴും അത് സോൾവ് ചെയ്തിട്ടില്ല. ബാക്ക് ഇൻ സ്പേസ്, മില്ലേഴ്സ് പ്ലാനറ്റിലെ ഇവൻറ്റ്സ് കൂപ്പറിന് അങ്ങോട്ടുള്ള മിഷനിൽ ഒരു വലിയ ചാലഞ്ച് കൊണ്ടുവരുന്നു. ബിക്കോസ് അവർ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഭൂമിയിൽ രക്ഷിക്കാൻ ആരും ബാക്കി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള 2 പ്ലാനറ്റ്സിൽ ഒരെണ്ണം മാത്രം വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാനുള്ള റിസോഴ്സസ് ഇൻക്ലൂഡിങ് ടൈം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. We no longer have the fuel to visit both prospects, so we have to choose. സോ ഏത് പ്ലാനറ്റിൽ പോകണം എന്ന് തീരുമാനിക്കുന്ന സമയത്ത് അമീലിയ ഈ മിഷനിലെ ഒരു പ്ലാനറ്റിൽ പോയിട്ടുള്ള ഡോക്ടർ എഡ്മണ്ടുമായി റിലേഷനിലായിരുന്നു എന്ന കാര്യം റിവീൽ ചെയ്യുന്നു. She's in love with Wolf Edmonds. Is that true? Yes. ആൻഡ് ആ പോയിന്റിൽ അമീലിയ ഹാസ് ഹിസ് ഇൻക്രെഡിബിൾ മോണോലോഗ്. Love isn't something we invented. It's observable, powerful. ലവ് ആണ് ത്രൂ ടൈം ആൻഡ് ഗ്രാവിറ്റി ട്രാവൽ ചെയ്യുന്ന ഒരു ഫോഴ്സ്
എന്ന് അവൾ പറയുന്നു. ബട്ട് അഗെയിൻസ്റ്റ് ദാറ്റ് കൂപ്പർ ഈ മിഷൻ്റെ തന്നെ ഹെഡായിട്ടുള്ള ഡോക്ടർ മാനിൻ്റെ പ്ലാനറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഡോക്ടർ മാൻ തൻ്റെ പ്ലാനറ്റ് മനുഷ്യവാസയോഗ്യമാണെന്നും പറയുന്നു. പക്ഷെ ബാക്ക് ഹോം പ്രൊഫസർ ബ്രാൻഡ് മരണക്കിടക്കയിൽ വെച്ച് ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലെ സിംഗുലാരിറ്റിയുടെ ഡാറ്റ വേണമെന്നും അത് ഇമ്പോസിബിൾ ആണെന്നും മർഫിനോട് പറയുന്നു. ഓൾസോ ഭൂമിയെ രക്ഷിക്കാൻ പ്ലാൻ എ എന്നത് ഒരിക്കലും ഉണ്ടായിരുന്നില്ലെന്നും പ്ലാൻ ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. ആൻഡ് ഈ വിവരം അറിഞ്ഞ കൂപ്പ് മാൻസ് പ്ലാനറ്റിൽ എംബ്രയോസ് കോളനി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുന്നു. ബട്ട് അപ്പോഴാണ് ഡോക്ടർ മാൻ ആക്ച്വലി നുണ പറയുകയായിരുന്നു ഈ പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് മനസ്സിലാവുന്നത്. ഓൾസോ മനുഷ്യരുടെ സ്വാർത്ഥത, ഗ്രീഡ് എന്നതിനൊക്കെ പ്രതീകമാണ് ഡോക്ടർ മാൻ എന്ന ക്യാരക്ടർ. ആൻഡ് മാൻ എന്ന പേര് പോലും ഡയറക്റ്റ്ലി ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള റേഞ്ചറിൽ കൂപ്പർ തിരിച്ചു പോവുകയാണെങ്കിൽ ഡോക്ടർ മാനിന് ഒരിക്കലും അവിടെ നിന്ന് പുറത്തു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഒഴിവാക്കി റേഞ്ചർ എടുത്തുപോയി എൻഡ്യൂറൻസ് എന്ന സ്പേസ് സ്റ്റേഷൻ കൺട്രോൾ ചെയ്യാനായിരുന്നു അയാളുടെ പ്ലാൻ. ബട്ട് For Cooper's life, this is about all mankind. There is a moment. എയർലോക്ക് പൊട്ടിത്തെറിച്ച് എൻഡ്യൂറൻസ് അകന്നു പോകുന്നു. ഫെബ്രുവരിയിൽ ഇൻഡർസ്റ്റെല്ലാർ റിലീസ് ചെയ്ത സമയത്ത് ഈ സീൻ ഐമാക്സിൽ കണ്ടത് ഈസ് വൺ ഓഫ് മൈ ലൈഫ് ടൈം എക്സ്പീരിയൻസസ്. സോ അങ്ങനെ സക്സസ്ഫുള്ളി എൻഡ്യൂറൻസിൻ്റെ കൺട്രോൾ വീണ്ടെടുക്കുമ്പോഴേക്കും അവർ ഗാർഗാഞ്ചയുടെ ഗ്രാവിറ്റേഷണൽ പുള്ളിനോട് ഡേഞ്ചറസ്ലി ക്ലോസ് ആയി കഴിഞ്ഞിരുന്നു. ആ പുൾ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ എൻഡ്യൂറൻസിന് എക്സ്ട്രാ വെയിറ്റ് ഷെഡ് ചെയ്യണം. സോ ആസ് എ ഫൈനൽ സാക്രിഫൈസ് കൂപ്പർ അയാളുടെ സ്വന്തം റേഞ്ചറും റിജക്റ്റ് ചെയ്ത് ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്നു. Newton's third law. You gotta leave something behind. You told me we had enough resources for both of us. We agreed, Amelia. 90%. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു പാർട്ടായിരിക്കും ബ്ലാക്ക് ഹോളിൽ വീണതിന് ശേഷം ഉള്ള സീൻസ്. സോ മർഫിന് ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഒരു ബ്ലാക്ക് ഹോളിനുള്ളിലെ ഡാറ്റ ആവശ്യമാണ്. More what? More data. You need to see into a black hole. ബട്ട് അതെടുക്കുക എന്നത് ഹ്യൂമൻലി പോസിബിൾ അല്ല. ബിക്കോസ് ബ്ലാക്ക് ഹോളിനുള്ളിൽ നിന്നും ലൈറ്റ് പോലും എസ്കേപ്പ് ചെയ്യില്ല. That's why we called it a black hole. If we see beyond the horizon, We can't, Coop. സോ ഈ വേം ഹോൾ പ്ലേസ് ചെയ്ത ബൾക്ക് ബീയിങ്സ് മർഫിന് ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊരു വഴിയായാണ് കൂപ്പറിനെ ഈ ടെസറാക്റ്റിൽ എത്തിക്കുന്നത്. They didn't choose me, they chose her. For what, Cooper? ഈ ടെസറാക്റ്റിൽ മർഫിൻ്റെ ബെഡ്റൂമിലെ എല്ലാ മൊമെൻറ്റ്സും ഒരേ സമയം എക്സിസ്റ്റിംഗ് ആണ്. അതായത് എയിൽ നിന്ന് നടന്ന് ബിയിലെത്തുന്നത് പോലെ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലേക്കും ഫിസിക്കലി നടന്നു ചെല്ലാം. മർഫിന് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ കൂപ്പറിന് മാത്രമേ കഴിയുള്ളൂ. That's why I'm here. I'm gonna find a way to tell Murph, just like I found this moment. How, Cooper? The love, Tars, love. സോ കൂപ്പർ ഗ്രാവിറ്റി ഉപയോഗിച്ച് അയാൾ വർഷങ്ങൾക്ക് മുന്നേ കൊടുത്ത വാച്ചിൽ ആ ഡാറ്റ മോഴ്സ് കോഡായി ഫീഡ് ചെയ്യുന്നു. Cooper, what if she never came back for it? She will. She will. How do you know? You were my ghost. Because I gave it to her. ആൻഡ് ആഫ്റ്റർ ഷീ ഫൈൻസ് ദ ഡാറ്റ മർഫ് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഹ്യൂമൻ റേസിനെ രക്ഷിക്കുന്നു. ആൻഡ് ദ ബൾക്ക് ബീയിങ്സ് ടെസറാക്ട് ക്ലോസ് ചെയ്യുന്നു. Did it work? I think it might have. ഒരു ഹെവിലി സയൻറ്റിഫിക്കലി ബാക്ക്ഡ് സൈഫൈ മൂവി ആണെങ്കിലും ഇൻഡർസ്റ്റെല്ലറിൻ്റെ മെയിൻ തീം ലവ് ആണ്. I thought you were the ghost. no such thing as ghost, babe. തൻ്റെ അച്ഛൻ തന്നെ അബാൻഡൻ ചെയ്യില്ല എന്ന വിശ്വാസമാണ് മർഫ് ഗീവ് അപ്പ് ചെയ്യാത്തതിൻ്റെ റീസൺ. തൻ്റെ മോൾക്ക് കൊടുത്ത പ്രോമിസ് ഗീവ് അപ്പ് ചെയ്യാതിരിക്കലാണ് കൂപ്പറിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്. Once you're a parent, you're the ghost of your children's future. സയൻസ് എത്രയൊക്കെ അഡ്വാൻസ്ഡ് ആണെങ്കിലും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ലവ്. ഇൻഡർസ്റ്റെല്ലറിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിയലൈസേഷനും അതാണ്. ലോജിക്ക് കൊണ്ടും സയൻറ്റിഫിക് തിയറീസ് കൊണ്ടും മാത്രമല്ല, നമുക്ക് എവിടേക്കുള്ള ചില ബന്ധങ്ങളുടെയും കണക്ഷൻസിൻ്റെയും പുറത്താണ് ഹ്യൂമൻ സർവൈവൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹ്യൂമൻ സ്പീഷീസിനെ തന്നെ രക്ഷിക്കുന്നത് കൂപ്പറും മർഫും തമ്മിലുള്ള സ്നേഹമാണ്. ഗ്രാവിറ്റി പോലെ ടൈം ആൻഡ് സ്പേസ് ക്രോസ് ചെയ്യാൻ കഴിവുള്ള ഒരു പവറാണ് ലവ് എന്ന് അമേലിയ പറയുന്നുണ്ട്. അതുതന്നെയാണ് കൂപ്പർ കൊടുത്ത വാച്ച് എടുക്കാൻ മർഫ് വരാൻ കാരണവും. ലവ് ഒരു ഇമോഷനിലുപരി ഗ്രാവിറ്റി പോലെ മാൻമെയ്ഡ് അല്ലാത്ത ഒരു ഫോഴ്സായാണ് ഇൻഡർസ്റ്റെല്ലാറിൽ കാണിക്കുന്നത്. Nobody believed me, but I knew you'd come back. How?
because my dad promised me. ലവിനെ പറ്റി പറയുമ്പോൾ ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ പറ്റി പറയാതെ പോകാൻ കഴിയില്ല. ഹാൻസ് സിമ്മറിന് തന്നെ തൻ്റെ ഫേവറേറ്റ് വർക്കാണ് ഇൻ്റർസ്റ്റെല്ലാർ. നോളൻ മ്യൂസിക്കിന് വേണ്ടി ബ്രീഫ് കൊടുത്തപ്പോൾ സ്വന്തം മക്കളെ വിട്ടുപോകുന്ന ഒരു അച്ഛൻ എന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ പ്രോംപ്റ്റാണ് കൊടുത്തിരുന്നത്. സോ ഇത് വെച്ചാണ് ഹാൻസ് സിമ്മർ ഇൻ്റർസ്റ്റെല്ലാർ തീം ഉണ്ടാക്കുന്നത്. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഇതിൽ ഇമോഷണൽ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന എക്സ്പീരിയൻസ് ഒരു തരത്തിലും മാച്ച് ചെയ്യാൻ പറ്റാത്തതാണ്. ഇത്തരത്തിൽ സയൻസും ഫിലോസഫിയും ബ്യൂട്ടിഫുള്ളായി മിക്സ് ചെയ്തതുകൊണ്ടാണ് ഇൻ്റർസ്റ്റെല്ലാർ എനിക്കെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആവുന്നത്.